സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് മരുതമല്ലി ഫോറസ്റ്റിലാണ്. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി ഡിസ്ട്രിക്റ്റിലുള്ള മരുതമല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആർക്കും അങ്ങനെ മനസ്സിലാകാൻ സാധ്യതയില്ല. എന്നാൽ പുഷ്പ 2 ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പേർക്ക് പെട്ടെന്ന് സ്ഥലം മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാട്ടുകള്ളന്മാരും ഒരുപാട് പുഷ്പരാജകന്മാരും ഒക്കെ വിഹരിക്കുന്ന ഒരു 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 ഫോറസ്റ്റ്, ഒരു ഡബിൾ ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റും. ആന്ധ്രാപ്രദേശിൽ തന്നെ ഏറ്റവും വലിയൊരു ഫോറസ്റ്റ് ഒന്നിലാണ് ഇതുള്ളത്. അത് മാത്രമല്ല, നക്സലുകളുടെ ഒക്കെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വാട്ടർഫോൾസിന്റെ പേര് റംപ വാട്ടർഫോൾസ് എന്നാണ് ഇത് പറയുന്നത്. ഇതും ഈ കാട്ടിന്റെ നടുക്ക് തന്നെയാണ്. നമ്മൾ ഒരുപാട് ദൂരം മെയിൻ റോഡിൽ നിന്നും ഒരു 10-24 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാലാണ്, നമ്മൾ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഈ വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നത്. ഈ മരുതമല്ലിയിൽ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. ഏകദേശം 8ഓളം വാട്ടർഫോൾസ് ഉണ്ടെന്നാണ് ഞാൻ വിളിച്ചത് എനിക്ക് മനസ്സിലായത്. ഒന്നിനൊന്ന് മെച്ചമെന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഈ ഒരു വാട്ടർഫോൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ പുഷ്പ ഷൂട്ട് ചെയ്ത അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് കാണാൻ വേണ്ടി വരുന്നത്. എനിക്ക് നല്ല രസമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം. നമ്മൾ ഈ പാൽ വഴി വരുന്ന പോലെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. വളരെ അത്ര വലിയ ഡേഞ്ചറസ് ഒന്നും അല്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. ഒരുപാട് പേർക്ക്, പിള്ളേർക്കൊക്കെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർഫോൾ ആണ്. പിന്നെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി കാട്ടിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാകുന്ന കാര്യം. അങ്ങനെ പോലീസിനെയും അങ്ങനെയുള്ള സുരക്ഷാ ജീവനക്കാരെ ആരെയും ഒന്നും കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ള അറിയിപ്പുകളൊന്നും കൊടുക്കുന്നതായിട്ട് അവിടെ കണ്ടിട്ടുമില്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് 10-15 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഡബിൾ ഫോറസ്റ്റ് ആണ്. അപ്പം ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരും പിന്നെ അങ്ങനെയുള്ള ഗ്രാമങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കടയിൽ കണ്ടൊരു കാര്യമാണ് ബാംബു ബിരിയാണി. ഇതിനകത്ത് ചിക്കനാണ് ഉള്ളത്. അപ്പം നമുക്ക് അവിടെ വെച്ച് തന്നെ കഴിക്കാനും സൗകര്യമുണ്ട്. അതല്ല, പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെയും ആകാൻ പറ്റും. ഒരുപാട് പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു ഗ്രാമമായിട്ടാണ് ഞങ്ങൾ കാണാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ അത് ഒരെണ്ണം പാഴ്സലൊക്കെ മേടിച്ചിട്ടാണ് നമ്മുടെ റൂമിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അത് 120 രൂപയായിരുന്നു ഒരെണ്ണത്തിന്. പിന്നെ നമ്മളൊന്ന് സ്റ്റേ ചെയ്തത് ഒരു റിസോർട്ടിലായിരുന്നു. അപ്പം നമുക്ക് ആ റിസോർട്ടിന്റെ ഏരിയയിലൊക്കെ നമുക്ക് പുറത്ത് പോയി കഴിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. ഭക്ഷണം വേണ്ടിയവർക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. ചെറിയൊരു ക്യാമ്പ് ഫയറും സെറ്റപ്പും ഒക്കെ നമുക്ക് വേണ്ടി അവർ ഒരുക്കി തന്നു. ഞങ്ങൾ അതിപ്പം നല്ലൊരു വൈബായിരുന്നു. നല്ലൊരു തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കാടില്ല. അപ്പം സ്വാഭാവികമായിട്ടും നല്ലൊരു തണുപ്പും നല്ലൊരു വൈബും ഒക്കെ ആയിരുന്നു. അപ്പോൾ 1 ഡേ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എൻജോയ് ചെയ്ത് വന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഒരുപാട് പൈസയൊന്നും ആവത്തില്ല. പ്രത്യേകിച്ച് ആന്ധ്രയുടെ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. വലിയ മായമൊന്നും കലരാതെ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നല്ല നല്ല വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ മരുതമല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഒരു ഉദയം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉദയം കൂടെ കണ്ടിട്ടാണ് ആൾക്കാർ അവരുടെ ഒരു ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആന്ധ്രയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. മരുതമല്ലി എന്നൊരു സ്ഥലം കാണാനും ആസ്വദിക്കാനും പറ്റി. അത് ഒരു വലിയൊരു കാര്യമായിട്ട് കാണുന്നു. കാര്യം നമ്മുടെ നാട്ടിലെ പോലെ അല്ല, അതിന് വേറൊരു ഭൂപ്രകൃതിയാണ്. ഇത് ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു വനപ്രദേശമാണിത്. അപ്പൊ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.